പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ റോസ് ഫാമിലി ഗ്രൂപ്പിൽ കടന്നു വരുവാനും പ്രിയ ദൈവമക്കളോടെല്ലാം ഒരുമിച്ച് ഇന്ന് രാത്രി നമുക്കായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ റോസ് ഫാമിലി ഗ്രൂപ്പിലേക്ക് എന്നെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ദൈവത്തിൻ്റെ ദാസി റോസിലി ആൻറ്റി, അതുപോലെ മറ്റുള്ള മെമ്പേഴ്സ്, അഡ്മിൻ പാനലുള്ളവർക്കൊക്കെയും, അതുപോലെ എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ, ദൈവമക്കൾ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സന്ധ്യാവേളയിൽ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളുടെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനമുള്ളതായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആ മറിയ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഈ അന്ത്യനാളിൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ലൈവിൽ ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. വചനത്തിൻ്റെ വലിയ ആമേൻ സ്തോത്രം ശക്തി ഏവരിലും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് നോക്കാം. അല്പസമയ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വേദഭാഗം ഇവിടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സന്ധ്യാവേളയിൽ ദൈവമക്കളെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ നമുക്ക് ഹൃദയ നുറുക്കത്തോടെ ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു ചെന്നവരെ ആരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ഈ സന്ധ്യാവേളയിൽ നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കാം. നമ്മെ വ്യക്തിപരമായി നമ്മുടെ ആമേൻ ഹല്ലേലൂയ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വചന കേൾവിക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് ഈ സന്ധ്യാവേളയിൽ എന്നോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ഒരു വലിയ വിടുതൽ എനിക്ക് പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരത്ഭുതം കാണുവാൻ, ഒരത്ഭുത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി സ്വർഗം ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ സന്ധ്യാവേളയ്ക്കായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളാന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്നു. കർത്താവ് ഈ റോസ് ഫാമിലി ഗ്രൂപ്പിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഈ സന്ധ്യാവേളയിൽ ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ആമേൻ. കർത്താവ് ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങളിൽ, അതാത് ദേശങ്ങളിൽ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ വലിയ സാന്നിധ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചവരായി, സൗഖ്യം പ്രാപിച്ചവരായി, കർത്താവെ അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങുവാൻ സ്വർഗത്തിലെ വലിയവനായി ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് വലിയൊരു അനുഗ്രഹം പ്രാപിച്ച് മടങ്ങേണ്ടതിന് ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നുവെന്ന് നിന്റെ വചനത്തിൽ കാണുന്ന പ്രകാരം ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരു അത്ഭുത വിടുതലായി തീരുവാൻ, അത്ഭുത മറുപടിയായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ ഗ്രൂപ്പിന്റെ മേൽ ഇന്ന് രാത്രി വലിയ ദൈവ സാന്നിധ്യം പകരണമേ. ആത്മമാരി അയക്കണമേ. ആത്മശക്തി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറക്കി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ വായിച്ച വേദഭാഗം ഇപ്രകാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ ആർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നുവോ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അവരുടെ മേൽ ദൈവം ഒരത്ഭുതകരമായ മറുപടി ആമേൻ സ്തോത്രം അവൻ സമീപസ്ഥനായി
ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയ നുറുക്കത്തോടെ ആര് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നോ, ഹൃദയ നുറുക്കത്തോടെ ആര് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നോ, അവരുടെ മേൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ കർത്താവ് ഒരു അത്ഭുത വിടുതൽ അയക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ, എന്റെ വിഷയത്തിൽ വെളിപ്പെടണമേ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥനായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവൻ അകലെ നിൽക്കുന്നവനല്ല, അവൻ അടുത്തു വരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയ നുറുക്കത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് ആമേൻ നമ്മോട് അടുത്തു വരുന്ന, നമ്മുടെ അടുക്കൽ നമുക്ക് സമീപസ്ഥനായി അടുത്തു വരുന്ന ആ യേശുവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഒരു നല്ല മറുപടിയുമായിട്ട് ആ യേശു ഇന്ന് രാത്രി നിന്റെ അരികിൽ കടന്നു വരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 34 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ അവൻ എല്ലാ കാലത്തും വാഴ്ത്താതെ, ദൈവത്തെ സ്തുതിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഇരിക്കുവാൻ അവന് സാധ്യമല്ല. കാരണം പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും എന്നൊരു ഉറച്ച തീരുമാനം ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ സ്തോത്രം. അവൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. കാരണം പ്രതിസന്ധിയുടെ മധ്യത്തില്, പ്രശ്നങ്ങളുടെ മധ്യത്തില് ദാവീദ് ആയിരുന്നപ്പോൾ അവനെ ദൈവം വിടുവിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരമായിരിക്കണം ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ. നാം ഏത് സമയങ്ങളിലും, നമ്മുടെ പ്രയാസവേളയിലും, നമ്മുടെ സന്തോഷവേളകളിലും നാം ദൈവത്തെ മഹത്വം കൊടുക്കുന്നവരായിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അവന് നന്ദി കരേറ്റുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവന്റെ സന്നിധിയിൽ നാം ഹൃദയ നുറുക്കത്തോടെ അടുത്തു ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ ദൈവം നമ്മുടെ അരികിൽ അടുത്തു വരുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നമുക്ക് സമീപസ്ഥനാണ്. അവൻ അകന്നു നിൽക്കുന്ന ദൈവമല്ല, അവൻ മാറി നിൽക്കുന്ന ദൈവമല്ല. അവൻ നമ്മുടെ സമീപസ്ഥനായി നമ്മുടെ അരികിലേക്ക് അടുത്തു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ പൈതലെ നാം അവനെ വിട്ട് അകന്നു പോകേണ്ട ആവശ്യമില്ല. യേശുവിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി നീ അടുത്തു വരുന്നുവെങ്കിൽ അവൻ നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരിടത്ത് ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദാവീദിന് പറയുവാൻ കഴിയും, അവൻ എങ്കലേക്ക് ചാഞ്ഞുവെന്ന്. ആമേൻ സ്തോത്രം. കാരണം അവൻ കിടക്കുന്നത് നാശകരമായ കുഴിയിലാണ്. പ്രൈസ് ദി ലോർഡ്. നാശകരമായ കുഴിയിൽ കിടന്നുകൊണ്ട് ദാവീദ് യഹോവയെ വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അവന്റെ അരികിലേക്ക് ഹല്ലേലൂയ യഹോവ ചാഞ്ഞു വരുവാൻ ഇടയായി. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് അറിയാം, യെരിഹോവിൽ കൂടി യേശു കർത്താവ് കടന്നു വരുമ്പോൾ ഇതാ ദൈവത്തിന് സ്തോത്രം പുരുഷാരം ഹല്ലേലൂയ ആമേൻ സ്തോത്രം പുരുഷാരവുമായി യേശു കർത്താവ് ആ യെരിഹോവിലൂടെ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം കുരുടനായ ഒരു മനുഷ്യൻ ആ വഴിയരികിലിരുന്ന് നിലവിളിക്കുക. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ആമേൻ ഹല്ലേലൂയ അവൻ വളരെ ദുഃഖത്തോടെ, വളരെ പ്രയാസത്തോടെ ആമേൻ യേശു കടന്നു വരുന്ന ആമേൻ ശബ്ദം കേട്ടിട്ട്, അവൻ വലിയ പുരുഷാരത്തിന്റെ ആരവാരങ്ങളെ കേട്ടിട്ട് അവൻ നിലവിളിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ ചോദിപ്പാനിടയായി, ഇതെന്താണ് ഈ ബഹളം കേൾക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിന് സ്തോത്ര ശിഷ്യന്മാർ പറഞ്ഞു, അത് യേശു ഈ വഴി ഇതുവഴി കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. യേശു കടന്നു വരുന്നുവെന്ന് ഈ ശിഷ്യന്മാർ പറഞ്ഞു കേട്ടപ്പോൾ അവൻ ഹല്ലേലൂയ നിലവിളിപ്പാനിടയായി. ആമേൻ സ്തോത്രം. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ ഉച്ചത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ, നീ ഉച്ചത്തിൽ കരയുന്നുവെങ്കിൽ, ആമേൻ നിന്റെ സങ്കടയാചനകൾ യേശുവിനോട് പറയുന്നുവെങ്കിൽ, ആമേൻ ഇന്ന് രാത്രി യേശു അത് നിന്റെ അരികില് ആമേൻ നിനക്ക് സമീപസ്ഥനായി അടുത്തു വരുന്ന ഒരു ദൈവമാണ്.
ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ ഹല്ലേലൂയ, ആ മുടന്തൻ ഹല്ലേലൂയ, ആ കുരുടനായ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ യേശു അവിടെ ഹല്ലേലൂയ അതെ നിൽക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കുരുടനായ മനുഷ്യൻ ആമേൻ സ്തോത്രം, അവന്റെ ജനനം മുതൽ അവൻ കാഴ്ചയില്ലാത്തവനായി അവൻ ഹല്ലേലൂയ അവനായിരിക്കുന്നതാണ്. ഈ ലോകത്തില് അവൻ ഒന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു മനുഷ്യരെയോ ആരെയും അവന് കാണുവാൻ കഴിയുന്നില്ല, അവന് കേൾക്കുവാൻ കഴിയും. പ്രൈസലോ. ഈ പുരുഷാരം അതുവഴി കടന്നു പോകുന്ന ആരവാരങ്ങളും ശബ്ദങ്ങളും ആമേൻ അവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഇവിടെ ഹല്ലേലൂയ സംഭവിക്കുന്നതെന്ന് അവൻ ചോദിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവിടെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ, ശിഷ്യന്മാർ പറഞ്ഞു, യേശു ഇതുവഴി കടന്നു പോകുകയാണ്. ആമേൻ. നീ മിണ്ടാതിരിപ്പിൻ. സ്തോത്രം. അവൻ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർ ഇവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് സ്തോത്രം അവൻ മിണ്ടാതിരിക്കുവാൻ അവനോട് പറഞ്ഞപ്പോൾ അവന്റെ അവൻ സൗണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുവെന്ന് അവിടെ വചനം എഴുതിയിരിക്കുന്നത്. അവൻ സ്തോത്രം അവൻ ഉച്ചത്തിൽ അവൻ യേശുവിനോട് നിലവിളിപ്പാനിടയായി. ഹല്ലേലൂയ. ദൈവ പൈതലെ അവന്റെ ഉച്ചത്തിലുള്ള നിലവിളി യേശു അവിടെ കേൾക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ആമേൻ സ്തോത്രം, നിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ഒരുപക്ഷെ നിന്റെ കൂട്ടുകാർ കേട്ടെന്ന് വരില്ല. നിന്റെ ഹല്ലേലൂയ അത് ദൈവത്തിന് സ്തോത്ര സഹോദരങ്ങൾ കേട്ടെന്ന് വരില്ല. നിന്റെ മാതാപിതാക്കന്മാർ നിന്റെ നിലവിളി കേട്ടെന്ന് വരികയില്ല. ആമേൻ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സമീപസ്ഥനായ യേശു, സമീപസ്ഥനായി കടന്നു വന്ന യഹോവ ഇന്ന് രാത്രി നിന്റെ നിലവിളി കേൾക്കുകയാ. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ അത് യേശു കർത്താവ് ഇന്ന് രാത്രി കാണുകയാ. ആമേൻ. അവന് കാഴ്ച ലഭിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. പ്രൈസലോ. യേശു കർത്താവ് ഇവന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ നിൽക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലെ നിന്റെ നിലവിളിയെ കണ്ടിട്ട് നിന്റെ നിലവിളിയെ കേട്ടിട്ട് മറികടന്നു പോകുന്ന യേശുവല്ല ഇന്ന് രാത്രി നമ്മുടെ സമീപേ ഇറങ്ങി വന്നിരിക്കുന്ന. അവൻ നിന്റെ സമീപത്തുള്ള യേശു നിന്നെ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല, നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല, നിന്റെ നിലവിളിയെ ശ്രദ്ധിക്കാതെ പോകുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ഈ സന്ധ്യാവേളയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ സ്തോത്രം. നിന്റെ നിലവിളിയെ കേട്ട് നിൽക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അത്യുച്ചത്തിൽ നിലവിളിപ്പാനിടയായി. പ്രൈസലോ. യേശു നിന്നിട്ട് പറഞ്ഞു, അതെ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ എന്തു ചെയ്തു? അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയായി. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു നിന്റെ സമീപേ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുക. അവൻ നിന്റെ നിലവിളിയെ കണ്ടിട്ട്, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളെ കണ്ടിട്ട്, അവൻ നിന്റെ ഹൃദയ നുറുക്കത്തെ കണ്ടിട്ട്, അവൻ നീ ഭാരപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന നിന്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ, ആരും നിനക്ക് ഒരുപക്ഷെ ഹല്ലേലൂയ സഹായമില്ലായിരിക്കാം, ആരോടും നിനക്ക് പറയുവാൻ പറ്റാത്തതാകുന്ന നിന്റെ ഹൃദയ നുറുക്കത്തെ ഇന്ന് രാത്രി യഹോവ സമീപസ്ഥനായി കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി ഒരത്ഭുത വിടുതൽ അതേ യഹോവയായ ദൈവം നിനക്ക് നൽകി തരുവാനിടയായി തീരും. ആമേൻ സ്തോത്രം. യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ യേശു കർത്താവിന്റെ അരികിൽ ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യേശുവിനോട് ചോദിച്ചു, ഈ കുരുടനായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആമേൻ ഹല്ലേലൂയ. ഇവൻ പറഞ്ഞു, ദാവീദ് പുത്ര എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. ഇവനെ കാഴ്ചയില്ലാതിരിക്കുന്ന മനുഷ്യനാ, ഇവൻ കുരുടനായിരിക്കുന്ന മനുഷ്യനാ, ഇവന്റെ ഹല്ലേലൂയ ദുഃഖം അത് യേശുവിനോട് പറയുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ സ്തോത്രം നിനക്ക് ഹല്ലേലൂയ എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. ഇന്ന് രാത്രി പറയട്ടെ ഹല്ലേലൂയ യേശു കർത്താവ് അവനെ കാഴ്ച കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. അവൻ യേശുവിനെ കാണുവാനിടയായി. കാഴ്ച കിട്ടി കഴിഞ്ഞപ്പോൾ അവന്റെ മുന്നിൽ നിൽക്കുന്ന യേശുവിനെ അവൻ ദർശിപ്പാനിടയായി. ആമേൻ. അവൻ തുള്ളിയും ചാടിയും അവൻ ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് അവൻ യേശുവിന്റെ പിന്നാലെ പോകുവാനിടയായി. ഇന്ന് രാത്രി പറയട്ടെ ഹല്ലേലൂയ നിന്റെ വിഷയത്തില്, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മുൻപിൽ യേശു കർത്താവ് ഹല്ലേലൂയ സമീപസ്ഥനായി ഇന്ന് രാത്രി നിന്റെ അരികിൽ കടന്നു വന്നിരിക്കുക. ദൈവ പൈതലെ ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആമേൻ. അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാ. നമുക്ക് നോക്കാം. ഹല്ലേലൂയ ലൂക്കോസ്
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ ചില ഭാഗങ്ങൾ 43-44 ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ അവൾ ഹല്ലേലൂയ തന്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാം അവൾക്ക് തീർന്നിരിക്കുക. ഒരു വിടുതലുമില്ല, ഒരു സൗഖ്യവുമില്ല. ആമേൻ ഹല്ലേലൂയ. മനസ്സ് തകർന്നിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവ പൈതലെ, ഇന്ന് രാത്രി നീ ഏത് വിഷയത്തിന്റെ മുഖത്താണ് നിന്റെ മനസ്സ് തകർന്നിരിക്കുന്നത്? ആമേൻ മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ, ആമേൻ ഹല്ലേലൂയ, അതേ സഹോദരങ്ങൾ ഹല്ലേലൂയ, ആമേൻ അവരോട് പോലും പറയുവാൻ കഴിയാതെ, കൂട്ടുവിശ്വാസികളോട് പറയുവാൻ കഴിയാതെ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ ഏത് വിഷയത്തിന്റെ മുഖത്താണ് നിന്റെ മനസ്സ് തകർന്നിരിക്കുന്നത്? ഇന്ന് രാത്രി മനസ്സ് തകർന്നിരിക്കുന്ന ആമേൻ ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ഹല്ലേലൂയ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വിടിവിപ്പാൻ യേശു കർത്താവ് നിന്റെ അരികിൽ ഇറങ്ങി വന്നിരിക്കുക. അവൻ 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ അവളുടെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. ഒരു ഹല്ലേലൂയ സൗഖ്യവും കിട്ടാതെ ആമേൻ ഹല്ലേലൂയ മനസ്സ് തകർന്നവളായി, ആമേൻ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിക്കപ്പെട്ടവളായി, അപമാനിക്കപ്പെട്ടവളായി ഇരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ രക്തസ്രവമുള്ള സ്ത്രീ യേശുവിന്റെ അരികിൽ വരുവാൻ അവൾ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പുരുഷാരം ഹല്ലേലൂയ അതേ കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം, ഈ സ്ത്രീ ആമേൻ പുരുഷാരത്തിന്റെ ഇടയിലൂടെ ഹല്ലേലൂയ അവൾ യേശുവിന്റെ അരികിൽ കടന്നു ചെല്ലുവാനിടയായി. സ്തോത്രം. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലാണ് അവൾക്കൊന്ന് തൊടുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, അവളുടെ മനസ്സിന്റെ ആമേൻ തകർന്ന അവസ്ഥ, ആമേൻ ഹല്ലേലൂയ, ആരും അവളെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവളോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് മനുഷ്യന്റെ ആമേൻ അരികിൽ ചെല്ലുവാനോ ആരോട് സമ്പർക്കമില്ലാതെ ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ ഈ രക്തസ്രവമുള്ള സ്ത്രീ മറ്റുള്ളവരുടെ ഇടയിൽ അവൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ടും മറ്റുള്ളവരാൽ അകറ്റി നിർത്തുന്നവളുമായ ആമേൻ സ്തോത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ ഇന്ന് രാത്രി പറയട്ടെ, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, ആമേൻ നിന്റെ കുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, അതെ യേശു നിന്നെ രക്ഷിപ്പാൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. ആമേൻ ഹല്ലേലൂയ. രക്തസ്രവമുള്ള സ്ത്രീ അവൾ എന്ത് ചെയ്തു? ഈ പുരുഷാരത്തിന്റെ ഇടയിലൂടെ അവൾ കടന്നു ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിന്റെ ശക്തി അവൻ യേശുവിൽ നിന്ന് പുറപ്പെടുവാനിടയായി. അവൾക്ക് തൽക്ഷണം സൗഖ്യം ലഭിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ മനസ്സ് തകർന്നിരിക്കുന്ന ഏത് വിഷയത്തിന്റെ മുഖത്താ നിന്റെ ഹല്ലേലൂയ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ, നിന്റെ രോഗത്തെ അഴിച്ചു മാറ്റുവാൻ ഇന്ന് രാത്രി യേശു നിന്റെ സമീപെ കടന്നു വന്നിരിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരത്ഭുത വിടുതൽ കാണുവാൻ, ഒരത്ഭുത സൗഖ്യം, ഒരത്ഭുത മാറ്റം നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക്, അവൻ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക്, നിന്റെ തലമുറയുടെ അവസ്ഥകൾക്ക് ചില മാറ്റങ്ങൾ യേശു കർത്താവ് ഇന്ന് രാത്രി നിനക്ക് തരുവാൻ പോവുകയാ. ആമേൻ ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഹല്ലേലൂയ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശു ഹല്ലേലൂയ ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആമേൻ ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, അതെ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യേശുവിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രി ചില മൺകൂടാരത്തിന് മേൽ, ചില ഭവനത്തിന് മേൽ, അവൻ ചില വ്യക്തി ജീവിതത്തിന്റെ മേൽ, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ മേൽ യേശു കർത്താവ് ഹല്ലേലൂയ അത് ദൈവത്തിന് സ്തോത്രം ചില വിടുതലുകളെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അവൻ അയക്കുകയാണ്. ഇന്ന് രാത്രി നീ വിടുതലുമായി വേണം നീ ഭവനത്തിലേക്ക് മടങ്ങുവാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ഒരു അത്ഭുത വിടുതൽ നിനക്ക് നൽകി തരിക. അവൻ സമീപസ്ഥനായി നിന്റെ അരികിൽ അടുത്തു വന്നിരിക്കുക. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരത്ഭുത മറുപടി നിനക്കുണ്ട്, ഒരത്ഭുത വിടുതൽ നിനക്കുണ്ട്, ഒരത്ഭുത മാറ്റം നിനക്കുണ്ട്. നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അത്ഭുത മാറ്റമുണ്ട്. ഇന്ന് രാത്രി വചനത്തിലൂടെ നിന്നോട് ദൂത് പറയുകയാ. ആമേൻ ഹല്ലേലൂയ. റോസ് ഫാമിലി ഗ്രൂപ്പിലായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ
വ്യക്തി ജീവിതമേ, ദൈവ പൈതലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ഇന്ന് രാത്രി ഒരു അത്ഭുത വിടുതൽ, ഒരത്ഭുത മാറ്റം, ആമേൻ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിലേക്ക് അതേ യേശുവിനെ നൽകി തരുവാൻ കഴിയും. നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 12 സംവത്സരമായി രക്തസ്രവം ബാധിച്ച സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യമാക്കുവാനിടയായി. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നീ മനസ്സ് തകർന്ന അവസ്ഥയിലെങ്കിൽ, ആമേൻ, ഏത് വിഷയത്തിന്റെ മുഖത്താ നിന്നെ, ഹല്ലേലൂയ, മനസ്സ് തകർന്ന് നീ ഭവനത്തിലായിരിക്കുന്നത്, മറ്റുള്ളവരുടെ ഇടയിലായിരിക്കുന്നത്, ഒരു പക്ഷേ, ഹല്ലേലൂയ, ആരും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ പറയട്ടെ, യേശു കർത്താവ് നിന്റെ തകർന്ന അവസ്ഥയെ കണ്ടിട്ട് അവൻ മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ സമീപസ്ഥനായി അടുത്തു വരുന്ന ദൈവമാ. ഇന്ന് രാത്രി യേശു നിന്റെ അരികിൽ കടന്നു വന്നിരിക്കുക. ഇന്ന് രാത്രി യേശു നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങി വന്നിരിക്കുക. അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവ പൈതലെ, വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി സന്ധ്യാവേളയിൽ നീ സമർപ്പിക്കുക. അവൻ, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവരെ അവൻ, ഹല്ലേലൂയ, വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനായി നിന്റെ അരികിൽ അടുത്തു വരുന്ന ദൈവം ാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, നിനക്കൊരു രക്ഷയുണ്ട്. നിന്റെ വിഷയത്തിന്റെ മേലെ ഒരു മറുപടിയുണ്ട്. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ചില വിഷയങ്ങളുമായി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന ആമേൻ ദൈവ പൈതലെ, നിന്നോട് തന്നെ പറയട്ടെ, നിന്റെ വിഷയത്തിന്റെ മേൽ, നീ തകർന്നിരിക്കുന്ന നിന്റെ അവസ്ഥയിന്മേൽ നിനക്കൊരു രക്ഷയുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു മാറ്റമുണ്ട്. ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം നിനക്ക് മറുപടി തരുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ, നിനക്ക് രക്ഷയുണ്ട് കേട്ടോ. ആമേൻ, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല. ആമേൻ, സ്വത്രം, നിനക്ക് മറുപടി തരാതെ നിന്നെ മടക്കി അയക്കുന്ന ദൈവമല്ല. ആകയാൽ ഇന്ന് രാത്രി ഏൽപ്പിക്കുക. പ്രൈസലോ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ആമേൻ, ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. യഹോവ സമീപസ്ഥനായി നമ്മോട് കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്കാണ്. ആമേൻ, നീ ഹൃദയ നുറുക്കത്തോടെ, ആമേൻ, ഇന്ന് രാത്രി ഈ ലൈവിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിന്നോട് തന്നെ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ഹൃദയ നുറുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, സമീപസ്ഥനായി യേശു നിന്റെ അരികിൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി, ഹല്ലേലൂയ, അതേ സന്ധ്യാവേളയിൽ അവൻ ഹൃദയം നുറുക്കത്തോടെ അടുത്ത് വന്നിരിക്കുന്ന ദൈവ പൈതലെ അവൻ വിടുവിപ്പാൻ നിന്റെ അരികിൽ ഇറങ്ങി വന്നിരിക്കുക. നീ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ സ്വതന്ത്രം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഒരു നിമിഷം ഞാൻ, ഹല്ലേലൂയ, ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന, ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുക. എന്ത് വിഷയമായാലും അതിന്റെ മധ്യത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമീപസ്ഥനായി, ആമേൻ, വിഷയത്തിന്റെ മേൽ സ്വർഗം അവിടുന്ന് പ്രവർത്തിക്കാൻ പോകുക. ചില വിഷയങ്ങൾക്ക്, ചില കുടുംബങ്ങളെ നോക്കി ഇന്ന് രാത്രി യേശു കർത്താവ് പറയുക, സമീപസ്ഥനായി അവൻ ഇറങ്ങി വന്നിരിക്കുക. സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നതുപോലെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളിലേക്ക് ദൈവ സമീപസ്ഥനായി കടന്നു വരികയാ. അർത്ഥനാർ ഈ കാമല ഘടക ക്ഷമര റീബൽ പ്രൗഢബല ഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ചില രോഗികൾ സൗഖ്യമായി തീരട്ടെ. മനോവ്യസനത്തോടെ, മനസ്സ് തകർന്ന അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ, ആമേൻ, ഉള്ളത്തിൽ ഇന്ന് രാത്രി ചില വിടുതകൾ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് നൽകപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർന്ന മനസ്സ് മാറട്ടെ, ഇടിഞ്ഞ മനസ്സ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, തകർന്ന അവസ്ഥ മാറി സന്തോഷമുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രി മടങ്ങുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിലായിരിക്കുന്ന, ഈ ലൈവിലായിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും ഇന്ന് രാത്രി അത്ഭുത വിടുതലിന് അയച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ, സമീപസ്ഥനായി യഹോവ ഇന്ന് രാത്രി ഇറങ്ങി വന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, അത്ഭുതത്തിന്റെ ദൈവം, അതിശയത്തിന്റെ ദൈവം, വീരപ്രവൃത്തിയുടെ ദൈവം ഇന്ന് രാത്രി, ഹല്ലേലൂയ, ചിലർ വിടുതൽ പ്രാപിച്ച്, ആമേൻ, സന്തോഷം പ്രാപിച്ച് മടങ്ങട്ടെ. കർത്താവേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമേൻ, സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാവരുടെ മേലും സ്വർഗം അത്ഭുത വിടുതലുകളെ അയച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
അവൻ സ്വത്രം ഒരിക്കൽ കൂടി പറയട്ടെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്വത്രം ഹൃദയം നുറുക്കത്തോടെ ആർ ദൈവത്തിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നുവോ അവരുടെ മേൽ ദൈവം ഒരത്ഭുത മറുപടിയുമായി അവൻ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഇത്രത്തോളം സമയം തന്ന ഈ ഗ്രൂപ്പിനോടുള്ള നന്ദിയും സ്നേഹവും വന്ദനവും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.